ഹൂതി വിമതർ വിക്ഷേപിച്ച 4 ഡ്രോണുകൾ തകർത്തുവെന്ന് US സൈന്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ചുകാലമായി ചെങ്കടലിൽ യുദ്ധം ആരംഭിച്ചിട്ട് പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഹൂതി വിമതർ തങ്ങൾക്ക് നേരെ തൊടുത്ത 4 ദീർഘദൂര ഡ്രോണുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. പലതവണ ഹൂതികളുടെ ഭാഗത്തു നിന്ന് കപ്പലുകൾക്ക് നേരെയുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യയും തടയുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ ഇന്ത്യ കപ്പലിൽ നിന്ന് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം മേഖലയിലെ വ്യാപാര കപ്പലുകൾക്കും അമേരിക്കയുടെ നാവികസേന കപ്പലുകൾക്കും വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും US നാവികസേനയ്ക്കും ചരക്ക് കപ്പലുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീതി ഉറപ്പാക്കാനുമാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ചത് അന്താരാഷ്ട്ര ഗതാഗതത്തെയും സാരമായി ബാധിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് പകരമായി ഹൂതികളെ പേടിച്ച് ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഇതിനെ അവഗണിച്ചാണ് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവംബർ പകുതി മുതൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം ആരംഭിച്ചത്. അന്തർദേശീയ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. അതിൽ നിന്നൊരു പിന്മാറ്റം ഉണ്ടാകുന്നതുവരെ ഹൂതികൾ ഇത്തരത്തിൽ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നുണ്ട്. ഏതായാലും ഇതിനെ ഒന്ന് തടയാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടുവാനായിട്ട് പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കരയിലും യുദ്ധം കടുക്കുകയാണ്. റാഫേലും ഗാനിയൂനിസിലും വടക്കൻ ഗാസയിലും സ്ഥിതി കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ ലബനാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയാണ് 9 പേർ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത്. റാഫയ്ക്ക് നേരെ കൂടുതൽ ശക്തമായ ആക്രമണം അനിവാര്യമെന്ന സൂചന നൽകിയിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത്. ആസൂത്രിത കൂട്ടക്കുരുതി തടയാൻ ഉടൻ ഇടപെടണമെന്ന് UN-നോടും അന്താരാഷ്ട്ര കോടതിയോടും ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സുരക്ഷ ഉറപ്പാക്കാൻ ഉതകുന്ന എല്ലാ ലക്ഷ്യങ്ങളും നേടും വരെ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ അമർച്ച ചെയ്യാൻ റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ആവശ്യമാണ്. റാഫയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭക്ഷണവും സുരക്ഷയും നൽകുമെന്നും നെതന്യാഹു അറിയിച്ചു. ഏകദേശം 15 ലക്ഷത്തോളം പലസ്തീനികൾ ഞെരുങ്ങിക്കഴിയുന്ന റാഫയിൽ കരയാക്രമണം ഉടൻ ആരംഭിക്കാനാണ് ഇസ്രായേൽ നീക്കം. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് US ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 24 മണിക്കൂറിനിടെ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് 76 പേർ എന്നാണ് കണക്കുകൾ. ഇതോടെ ഗാസയിൽ മരണസംഖ്യ മൊത്തത്തിൽ 32,490 കഴിഞ്ഞു.